കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തെരുവ് നായകളുടെ ആക്രമണം 14 പേർക്കാണ് അവിടെ കടിയേറ്റത്. റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് കടിയേറ്റത്. ആ ദൃശ്യങ്ങളാണ്, അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 14 പേർക്ക് കോഴിക്കോട് കണ്ണൂർ എക്സ്പ്രസ് ട്രെയിൻ ഇറങ്ങി അവിടുന്ന് റെയിൽവേന്റെ എൻട്രൻസിന്റെ അടുത്ത് നിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് പട്ടി അടിച്ചത്. കാസർഗോഡ് നിന്ന് കണ്ണൂരേക്ക് വന്നതായിരുന്നു. കോമ്പൗണ്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ എല്ലാം മെല്ലൻ സൈലന്റായിട്ട് വന്നിട്ട് ഒരു കടി കടിച്ചിട്ടപ്പെടുന്നു. ഞാൻ മംഗലാപുരം പോയിട്ട് വരുന്നതാണ്. എൻ്റെ ഒരു കൈ ഫ്രാക്ചറായിട്ട് അവിടെ ഡോക്ടർ തേജസ്വിനെ കാണിച്ചിട്ട് വരുന്നവരെ മെയിലിനിറങ്ങി വണ്ടി എടുക്കുമ്പോൾ നായി വരും. സാരംഗ് സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. സാരംഗ്, റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 14 പേർക്ക് കടിയേറ്റു. തിരുവനന്തപുരം ആക്രമണത്തെക്കുറിച്ച് നമ്മൾ ഇതുപോലെ സമാനമായ നിരവധി വാർത്തകൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇത്രയധികം പേർക്ക് കടിയേറ്റത് പേവിഷബാധയുള്ള നായ വല്ലമാണോ? എന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുക? ഈ നായയെ കണ്ടെത്തിയിട്ടുണ്ടോ? രതീഷ്, മുൻപും പലതവണയായി മാതൃഭൂമി ന്യൂസ് സംഘം തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള തെരുവുനായ ശല്യത്തെക്കുറിച്ച് നിരന്തരമായി വാർത്ത കൊടുത്തിരുന്നതാണ്. അതിന് ഏറ്റവും അവസാനമാണ് ഇപ്പോൾ ഇത്രയും അപകടകരമായൊരു സാഹചര്യം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 3:30 തൊട്ട് 5:30 വരെയുള്ള സമയം കൊണ്ടാണ്, അത് അത്രയും തിരക്കുള്ള സമയമാണ്. വിദ്യാർത്ഥികളും സർക്കാർ ജോലിക്കാരും മറ്റു ജോലിക്കാരും അടക്കം അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു നായയുടെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. 14ഓളം പേർ, അതിൽ സ്ത്രീകളും കുട്ടികളും വരെയുണ്ട് എന്നതാണ് ആ അപകടത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന്റെ ആ ഒരു വലിയ അവസ്ഥ നമുക്ക് അതിലൂടെയാണ്, ആ ഒരു ഗുരുതരാവസ്ഥ നമുക്ക് അതിലൂടെയാണ് മനസ്സിലാവുന്നത്. എന്നാൽ ആരാണ് ഇതിന് ഈ ഒരു തെരുവുനായകളെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപും പലതവണയായി ഇത്തരത്തിൽ പരാതികൾ ഉയർന്ന സമയത്ത് റെയിൽവേ പോലീസ് RPF കണ്ണൂർ കോർപ്പറേഷനെയും ഈ ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരക്കാർക്ക് ഇനിയെങ്കിലും കണ്ണു തുറന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള അപകടകരമായ സാഹചര്യം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു ഉദാഹരണമാണ് രതീഷ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 14 പേരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് പ്രാഥമികമായ ചികിത്സയൊക്കെ നൽകിയിട്ടുണ്ട്. തെരുവുനായയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വരുന്നുണ്ട്. മാത്രമല്ല, തെരുവുനായയെ ആളുകൾ കൂടി ചെന്ന് അടിച്ചു കൊന്നു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ശരി.